പുതിയൊരു വീഡിയോ ആയിട്ടാണ്. ഇത് ആക്ച്വലി ഒരു കസ്റ്റമൈസ്ഡ് വീഡിയോ ആണ്. അപ്പൊ അവര് യൂട്യൂബ് അപ്ലോഡ് നമുക്ക് പെർമിറ്റ് ചെയ്തത് കൊണ്ട് ഇതിൽ അപ്ലോഡ് ചെയ്യുന്നത് മാത്രം. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ക്ലാസ് റൂം പണിഷ്മെന്റ്. പുള്ളി പറഞ്ഞ പേരാണ് ലക്ഷ്മി ടീച്ചർ എന്ന നെയിം ഉൾപ്പെടെയുള്ള സംഭവങ്ങൾ. അപ്പൊ പുള്ളിയുടെ സ്ക്രിപ്റ്റ് അദ്ദേഹത്തിൻ്റെതാണ്. യെസ്, ഇതുപോലെ എക്സാമിന് ഫെയിൽ ആവുന്ന ഒരു തീമാണ്. നിങ്ങൾ എന്തായാലും കണ്ടു നോക്കുക കേട്ടോ. ഫസ്റ്റ് ഓഫ് ഓൾ പറയാനുള്ളത് കസ്റ്റമൈസ്ഡ് വീഡിയോസ് അഥവാ പെയ്ഡ് വീഡിയോസിന്റെ കാര്യമാണ്. നിങ്ങൾക്ക് നമ്മളുടെ അടുത്ത് കസ്റ്റമൈസ്ഡ് വീഡിയോസ് അഥവാ പെയ്ഡ് വീഡിയോസ്, ക്ലാസ് റൂം പണിഷ്മെന്റ് എന്നിവ, ക്ലാസ് റൂം പണിഷ്മെന്റ്സ്, ഓഫീസ് പണിഷ്മെന്റ്സ്, ഹോംലി അറ്റ്മോസ്ഫിയേഴ്സ്, അങ്ങനെ ഏത് തീംസ് പണിഷ്മെന്റ്, എല്ലാ ടൈപ്പ് പണിഷ്മെന്റ്സും നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പൊ അതൊക്കെ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉള്ളവര് ഇൻസ്റ്റാഗ്രാം പേജിലോ ഫേസ്ബുക്ക് പേജിലോ മെസ്സേജ് ചെയ്യേണ്ടതാണ്. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഇഡിയറ്റ് സിബ്ലിംഗ്സ് എന്ന് പറഞ്ഞ് മെസ്സേജ് ഇടാം, നമ്മൾ അപ്പോഴും തന്നെ റിപ്ലൈ തരുന്നതാണ്. സെർച്ച് ചെയ്താണെങ്കിൽ കിട്ടാവുന്നതേ ഉള്ളൂ ഇൻസ്റ്റാന്റ് ഫേസ്ബുക്കിൽ കേട്ടോ. അപ്പൊ വീഡിയോ ഇഷ്ടമായ ആദ്യം തന്നെ പറയട്ടെ, ചാനൽ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എന്നിട്ട് ബെല്ലൈക്കണിൽ ടിങ് ടിങ് അടിക്കുക. എന്നാൽ മാത്രമേ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് കിട്ടത്തുള്ളൂ. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുമെന്ന് നമ്മൾ വിചാരിക്കുന്നു കേട്ടോ. അപ്പൊ നിങ്ങൾ മറ്റുള്ള ചാനലുകളായ ഇഡിയറ്റ് സിബ്ലിംഗ്സ് വ്ലോഗ്, ഇഡിയറ്റ് സിബ്ലിംഗ്സ് 6.0, ടീച്ചർ സ്റ്റോറി, സ്റ്റൈലിംഗ് വിത്ത് ജാൻ എന്നിവ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അത് തന്നെ. എന്നിട്ട് ഇപ്പൊ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക. പുതിയ യൂണിഫോം എങ്ങനെയുണ്ട്? സൂപ്പർ ആണ്. എന്റെ സാരി എങ്ങനെയാണ്? നമ്മുടെ ഊട്ടിയിലെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയാണ്. ഞാൻ ഊട്ടിയിലെ ടീച്ചറാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ നമ്മുടെ അടിപൊളി വീഡിയോ കണ്ടിട്ട് തിരിച്ചു വരൂ. ഇനി ലക്ഷ്മി ടീച്ചറിന്റെ പേരാണ്. ഞാനാണെങ്കിൽ അമ്മയും അച്ഛനെ കൊണ്ടുവരാൻ പറഞ്ഞിട്ട് കൊണ്ടുവന്നതുമില്ല. എന്താവുമെന്തോ. ലക്ഷ്മി ടീച്ചർ അറിയാല, മാത്സ് ടീച്ചറാണ്. ഒന്നും എഴുതിയില്ല അവരെ പരീക്ഷ. എന്താ ഇവിടെ ഭയങ്കര അലപ്പാണ് ഈ ക്ലാസ്സില്. ഇപ്പൊ എന്റെ ബേക്ക് മാത്രം എന്താ ഇത്ര അലപ്പ്? ഞാനല്ലേ ഇവിടെ ലീഡർ. പിന്നെ ആരാ? സ്വപ്ന എവിടെ? വേറെ സ്വപ്ന. എന്താടോ ഇത്ര അലപ്പ്? എന്താടോ ഇവിടെ ക്ലാസ്സില്? ശ്രദ്ധിക്കണ്ടേ? ശ്രദ്ധിക്കണം കേട്ടോ. എന്താണോ നോക്കുന്നേ? തന്റെ അമ്മ വന്നാ പ്രോഗ്രസ് കാർഡ് വാങ്ങിക്കാൻ? എന്ത് പറ്റി? അമ്മ സുഖമില്ലാതെ കിടപ്പിലാണ്. തന്റെ അമ്മയ്ക്ക് എപ്പോഴും പ്രോഗ്രസ് കാർഡ് വാങ്ങിക്കാൻ വരുമ്പോ സുഖമില്ലായ്മയാണല്ലോ. എന്താ? മോള് എക്സാമിന് ഫെയിൽ ആവുന്ന അമ്മ അറിയുന്നുണ്ടോ? അതാണ് ഈ ടൈമില് മാത്രം അങ്ങ് ബോധമില്ലാതെ വീഴുന്നത്. അറിയുന്നില്ല ടീച്ചർ. പ്രോഗ്രസ് കാർഡ് വാങ്ങിക്കാൻ അമ്മ വന്നില്ല. എന്തുകൊണ്ട് അമ്മ വന്നില്ല? എന്റെ ഈ സ്കൂളിൽ ഒരു അമ്മ പോലും പ്രോഗ്രസ് കാർഡ് വാങ്ങാൻ വരാതിരിക്കരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടുണ്ടോ? പിന്നെ എന്താ പറ്റി? എന്റെ ക്ലാസ്സില് എല്ലാവരും പ്രോഗ്രസ് കാർഡ് വരണം വരുന്നുണ്ട്. ഇത്രയും പേരില് തന്റെ അമ്മ മാത്രമാണ് ഇവിടെ പ്രോഗ്രസ് കാർഡ് വാങ്ങിക്കാൻ വരാത്തത്. ആര്? തന്റെ അമ്മ മാത്രമാണ്. എന്തുകൊണ്ട്? താൻ പഠിക്കാന്നുണ്ട്. അവർക്കൂടെ വരാൻ വേണ്ടി അവർക്ക് മോശം, അതാ അവർ വരാത്തത്. മനസ്സിലായോ? എത്ര മാർക്കാ നോക്കിയേ? ഓരോ വിഷയം എടുത്ത് മാർക്ക് നോക്കിയിട്ട് ഇങ്ങോട്ട് വന്നിരുന്നേ. എനിക്ക് പണിഷ് ചെയ്യാനുണ്ട്. എത്രയാടോ? ഇംഗ്ലീഷിന് എത്രയാടോ? ഇംഗ്ലീഷിന് എത്രയാടോ? ഇംഗ്ലീഷിന് എത്രയാ? 2.5. എത്രയാണ്? എത്രയാണ്? ഇനി ഈ മാർക്ക് വാങ്ങോടോ? വാങ്ങിക്കോടോ? വാങ്ങിക്കോ? തനിക്ക് എന്നെ പിടിഞ്ഞ് ഈ വർഷം എത്ര തവണ കിട്ടുന്നേ? എത്ര തവണ കിട്ടുന്നേ? ഞാനും പഠിക്കില്ലല്ലോ. അടുത്ത മാത്സിന്റെ മാർക്ക് പറഞ്ഞു. എത്രയാണോ? 0. 25 ഔട്ട് ഓഫ് 80ക്കാണ്. 80ക്ക് 0. ഇനി മാർക്ക് വാങ്ങോളൂ. മാർക്ക് വാങ്ങോ? നെക്സ്റ്റ് വിഷയത്തിന് മാർക്ക് പറഞ്ഞു. ബയോളജി. യെസ്. 4. എത്രയാണ്? 40. ടീച്ചർ കൈ നീട്ടു. എനിക്ക് കൂടുതലൊന്നും സംസാരിക്കാൻ താല്പര്യമില്ല. കൈ നീട്ടു. അടുത്ത നെക്സ്റ്റ് ഫിസിക്സ്. എത്ര? 2. ഇങ്ങനെയാണോ മാർക്ക് വാങ്ങുന്നത്?
ഫിസിക്സിന് തന്റെ അമ്മ എത്ര സ്ഥലത്ത് ട്യൂഷൻ തരുന്നുണ്ട്? 2. ഈ മാർക്കാണോ വാങ്ങിക്കേണ്ടത്? ഈ മാർക്കാണോ വാങ്ങിക്കേണ്ടത്? ഇങ്ങോട്ട് നിൽക്കടോ, ഇങ്ങോട്ട് നിൽക്കടോ, ഇങ്ങോട്ടാ ഓടുന്നേ കുതിരയെ കണക്ക്. ഈ മാർക്ക് വാങ്ങുമോ? പഠിക്കുമോ? വീട്ടിൽ എന്താ പരിപാടി? വീട്ടിൽ പഠിക്കാതെ എന്താ പരിപാടി? നെക്സ്റ്റ് കെമിസ്ട്രി. എത്ര? 6. എത്രയാണ്? 40. ഈ ക്ലാസ്സിൽ ഏറ്റവും പഠിക്കാത്ത കുട്ടി താന. തിരിഞ്ഞിക്കടോ, തിരിഞ്ഞിക്കടോ. നെക്സ്റ്റ് വിഷയം മലയാളം. എത്ര? 3.5. 3.5. മലയാളത്തിന് പോലും മാർക്കില്ലെന്നുള്ളതാണ് തന്റെ ഒരു. സ്വന്തം മാതൃഭാഷയ്ക്കെങ്കിലും മാർക്ക് വാങ്ങിച്ചു വിടോ. സ്വന്തം മാതൃഭാഷയ്ക്ക് കൈ കാണിക്കണം. അടി കറക്റ്റ് ആയിട്ട് കൊടുക്കുന്നില്ല. കൈ കാണിച്ച്. പൊളിറ്റിക്സ്. യെസ്, പറയൂ. 0. ഈ ക്ലാസ്സിൽ ആർക്കെങ്കിലും ഉണ്ടോ 0? ഈ ക്ലാസ്സിൽ ആർക്കെങ്കിലും 0 ഉണ്ടോ? കൈ പൊക്കിയ, ഹാൻഡ്സ് അപ്പ്. ഈ ക്ലാസ്സില് 0 വാങ്ങിച്ചത് ഹാൻഡ്സ് അപ്പ്. ആരുമില്ല. താൻ എന്തിനാണോ വരുന്നത് സ്കൂളില്? താൻ എന്തിനാ വരുന്നേ? താൻ എന്തിനാണോ വരുന്നേ? എന്തിനാണോ വരുന്നേ? താൻ എന്തിനാണോ വരുന്നേ? എന്തിനാ വരുന്നേ? ചിരിക്കുന്നോ? ചിരിക്കുന്നോ? താൻ ഇനി മേലെ അടി വാങ്ങും കുട്ടി. ഇങ്ങനെ നല്ല മാർക്ക് വാങ്ങും കുട്ടി. ഇല്ല. നല്ല മാർക്ക് വാങ്ങില്ലേ? എന്താ നല്ല മാർക്ക് തെറ്റിപ്പോയി. അങ്ങനെ തെറ്റരുത്. ഇതേപോലെ പരീക്ഷയിലൊക്കെ തെറ്റിയത്. അടുത്ത ഏത് വിഷയം? ഹിസ്റ്ററി. 6. എത്രയാണ്? 40. 40ക്ക് 6. പാസ്സായ ഒരു ഇല്ല. എന്തിനാണ് ഇവിടെ വരുന്നത്? മനുഷ്യനെ മെനക്കെടുത്താൻ വേണ്ടി. ഇത്രയും പിള്ളേർ പഠിച്ച് നല്ല മാർക്ക് വാങ്ങിച്ചിട്ടും തനിക്ക് പഠിക്കണമെന്നൊരു വിചാരം ഇല്ലല്ലോ. വിചാരം ഉണ്ടോ തനിക്ക് പഠിക്കണമെന്ന്? ഇവരെ പോലെ പഠിച്ച് വലിയൊരു ജോലിയിൽ കയറണം, വലിയൊരു ഉദ്യോഗസ്ഥാവണമെന്ന് തനിക്ക് നല്ല വിചാരം വല്ലതും ഉണ്ടോ? ഉണ്ടോന്ന്? പിന്നെന്താ പഠിക്കാത്തെ? എന്താണോ പഠിക്കാത്തെ? എന്താണോ പഠിക്കാത്തെ? സോറി ലക്ഷ്മി ടീച്ചർ. ആരാടോ പേര് വിളിക്കുന്നേ? പേര് വിളിക്കുന്നേ? എന്റെ പേര് വിളിക്കാൻ താൻ ആരാടോ? എന്റെ പേര് ലക്ഷ്മിയാണെന്ന് എല്ലാവർക്കും അറിയാം. സോറി ടീച്ചർ എന്ന് പറയണോ? സോറി ടീച്ചർ. അവിടെ പോയിരുന്നേ. എന്തൊക്കെയാണ് തെറ്റിയെന്നൊന്ന് വായിച്ചേ നോക്കട്ടെ. എന്താണോ തന്റെ അമ്മയുടെ നമ്പർ ഇവിടെ? അമ്മയ്ക്ക് ഫോണില്ല ടീച്ചർ. എന്താ അമ്മയ്ക്ക് ഫോണില്ലാതെ? ഞാൻ എന്റെ ഫ്രണ്ട് നിന്റെ വീടിന്റെ അടുത്തല്ലോ, അവളെ വിളിച്ച് ചോദിക്കാം അമ്മയ്ക്ക് നമ്പർ ഉണ്ടോ? ടീച്ചർ ഞാൻ തരാം. ഇപ്പൊ താൻ കള്ളം പറഞ്ഞല്ലേ? കള്ളം പറഞ്ഞല്ലേടോ താൻ? കള്ളം പറയോടോ? ഇല്ല. കള്ളം പറയോടോ? കള്ളം പറയോടോ? എന്നുള്ള പേടിയാവുന്നില്ലേ? ഇല്ല. ഇല്ലേ? ടീച്ചർ ആവിയോ? കുട്ടവിക്കാണോ? ഞാൻ പറഞ്ഞുതരാം. പറയ്. 0011 00 1122 334455. ഹലോ. ജന്നത്തിന്റെ അമ്മയല്ലേ? ഞാൻ ലക്ഷ്മി ടീച്ചറാ വിളിക്കുന്നത് സ്കൂളിൽ നിന്ന്. ഇവിടെ ഒരു സാധനത്തിന് രാവിലെ കെട്ടി ഒരുക്കി ഇങ്ങോട്ട് വിടുമ്പോ വീട്ടിലുള്ളവരുടെ ശ്രദ്ധിക്കണം. നമ്മളെ മാക്സിമം നമ്മൾ ഇവിടെ പഠിപ്പിക്കുന്നുണ്ട് ഈ ക്ലാസ്സിൽ. നമ്മള് രാവുന്നില്ല പകലുന്നില്ല, ഏത് നേരവും നമ്മൾക്ക് കുട്ടികളുടെ പിറകെയാണ്. നമ്മൾ എക്സ്ട്രാ ക്ലാസ് വെക്കുന്നുണ്ട്, വൈകുന്നേരം ട്യൂഷൻ പോലെ കൊടുക്കുന്നുണ്ട്, രാവിലെ എക്സ്ട്രാ ക്ലാസ് കൊടുക്കുന്നുണ്ട്, അതേതാ വിഷയങ്ങൾക്കുള്ള ടീച്ചേഴ്സ് വന്ന് ക്ലാസ് എടുക്കുന്നുണ്ട്, അവരുടെ സംശയങ്ങൾ ചോദിക്കാൻ വേണ്ടി ഒരു പീരീഡ് കൊടുക്കുന്നുണ്ട്. ഇപ്പൊ 10th ഈ കുട്ടി മാത്രമേ തോക്കുന്ന തോന്നുന്നേ ഈ സ്കൂളിൽ. അത് നമ്മുടെ സ്കൂളിന് ഭയങ്കര മോശമായി. ഈ കുട്ടി ഇങ്ങനെ തോറ്റുപോയ ബാക്കി എല്ലാരും നല്ല രീതിയിൽ പഠിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ എന്താ ചെയ്യണ്ടേ? നിങ്ങൾ പ്രോഗ്രസ് കാർഡ് പോലും വാങ്ങിക്കാൻ വന്നിട്ടില്ല. അതെന്താ വരാത്തെ? പറഞ്ഞില്ലായിരുന്നോ? താൻ പറഞ്ഞില്ലടോ ഒന്ന് പ്രോഗ്രസ് കാർഡ് സൈൻ ചെയ്യണമെന്ന്?
അതെന്താ പറയാത്തെ? ഇങ്ങോട്ട് നിക്കടോ, ഇങ്ങോട്ട് നിക്കടോ, കൈ കാണിക്കടോ, കൈ കാണിക്കടോ, കൈ കാണിക്കടോ, അങ്ങോട്ട് നീക്കി. പ്രോഗ്രസ് കാർഡ് ഇന്നാണ് നമ്മൾ പറഞ്ഞിരുന്നത്. എന്നിട്ട് ഈ കുട്ടി നിങ്ങളോട് വീട്ടിൽ പറഞ്ഞില്ല. ഇന്ന് 4 മണിക്ക് മുന്നേ ഈ കുട്ടിയുടെ പ്രോഗ്രസ് കാർഡ് ഇവിടെ നിന്ന് വന്ന് വാങ്ങിച്ചിട്ട് പോയില്ലെങ്കിൽ ഇത്ര ഒരു നോട്ടിയായിട്ടുള്ള കുട്ടി എന്റെ സ്കൂളിലേ ഇല്ല. വാങ്ങിയിട്ട് പോയില്ലെങ്കിൽ പ്രിൻസിപ്പൾ എന്നുള്ള നിലയിലും ഈ കുട്ടിയുടെ പല വിഷയങ്ങളും പഠിപ്പിക്കുന്ന ടീച്ചർ എന്നുള്ള നിലയിലും ഞാൻ ഈ കുട്ടിയെ ഈ സ്കൂളിൽ നിന്ന് തന്നെ പിരിച്ചുവിടും. കാര്യം ഈ സ്കൂളിൽ ആദ്യത്തെ തോൽക്കുന്ന കുട്ടിയായിട്ട് ഈ കുട്ടി അല്ലെങ്കിൽ അറിയപ്പെടും. അതെന്റെ സ്കൂളിലും എല്ലാത്തിനും നാണക്കേടാണ്. അതുകൊണ്ട് 4 മണിക്ക് മുന്നേ ഇവിടെ വന്നിട്ട് ഈ കുട്ടി അഥവാ ഈ സ്കൂളിൽ പഠിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് പേപ്പറിൽ എഴുതി തരണം, ഇനി മുതൽ നല്ല രീതിയിൽ പഠിച്ചു കൊള്ളാമെന്നും പഠിച്ചു കയറി വരാമെന്നും മോഡൽ എക്സാമിന് നല്ല മാർക്ക് വാങ്ങാമെന്നും ആനുവൽ എക്സാമിന് അതിനെക്കാട്ടി ഫുൾ മാർക്ക് വാങ്ങാമെന്നും എനിക്ക് ഇത് തന്നാൽ മാത്രമേ ഞാൻ ഈ കുട്ടിയെ ഇനി ക്ലാസ് ഇരുത്തത്തുള്ളൂ. അല്ലെങ്കിൽ അമ്മയ്ക്ക് എവിടെയെന്ന് വെച്ചാൽ കൊണ്ടുപോകാം. ഓക്കെ, 4 മണിക്ക് വരും. ബാക്കി നേരിട്ട് കണ്ടിട്ട് സംസാരിക്കാം കേട്ടോ. ടീച്ചർ ഞാൻ പറഞ്ഞതാണ് ടീച്ചർ തളർന്നു കിടക്കുകയാണ്. ഞാൻ തളർന്നു കിടക്കുന്നു? ഞാൻ എങ്ങനെയാണോ തളർന്നു കിടക്കുന്നേ? ഈ അണ്ടി പോലെ ഞാൻ എങ്ങനെയാണ് തളർന്നു കിടക്കുന്നത്? എന്നെ കണ്ടിട്ട് തനിക്ക് എങ്ങനെയാണോ തളർന്നു കിടക്കുന്നതായിട്ട് തോന്നിയ? എങ്ങനെ തോന്നിയ? ഞാൻ തളർന്നു കിടന്ന് കണ്ടോ? ഇതെങ്ങനെയാണോ കള്ളം പറയുന്നേ? എനിക്ക് ആരാടോ ഈ പച്ചക്കള്ളം പറയാൻ പറഞ്ഞേ? കൈ കാണിക്കടോ, കൈ കാണിക്കടോ. എന്നെ അടിക്കുന്നു, എന്നെ അടിക്കുന്നു. എനിക്ക് എവിടെയാണോ തളർന്നു കിടക്കുന്നത്? എവിടെയാണോ തളർന്നു കിടക്കൂടോ? തൊയ്പോയോ? തൊയ്പോയി. ഇതാണ് ലക്ഷ്മി ടീച്ചർ എന്നുള്ള പറയുന്നത്. ഇങ്ങനെയുണ്ട്. ഹേയ് സ്റ്റുഡൻസ്, എല്ലാവരും ക്ലാസ്സിലിരുന്നേ. എല്ലാവരും മാറി മാറി ഇരുന്ന് എക്സാം തുടങ്ങാൻ പോവുകയാണ്. എല്ലാവരും അവരുടെ സീറ്റിൽ നിന്ന് 2 ഇത് വ്യത്യാസത്തില് 2 ഇത് അടിയുടെ വ്യത്യാസത്തില് ദൂരെ ഇരിക്കണം കേട്ടോ. അപ്പൊ എക്സാം സ്റ്റാർട്ട് ചെയ്യുവാണ്. എല്ലാവർക്കും ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്ന. ആരും ആരെയും നോക്കാൻ പാടില്ല, ആരെയും പേപ്പറിൽ എത്തി വലിഞ്ഞ് നോക്കാൻ പാടില്ല, കോങ്കണ്ണിട്ട് നോക്കാൻ പാടില്ല, ആരും ആരുടെയും പേപ്പർ വാങ്ങാൻ പാടില്ല, ആരും പേന പെൻസിൽ സ്കെയിൽ എന്നിവ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കാൻ പാടില്ല. എല്ലാവർക്കും എക്സാം ആണെന്നറിയാം. എല്ലാരും എല്ലാം കൊണ്ടുവരേണ്ടതായിരുന്നു, റബ്ബർ പെൻസിൽ എല്ലാം. ഇതില്ലാത്തവരെ എക്സാമിന് എഴുതണ്ട, ഉള്ളവര് മാത്രം എഴുതിയാ മതി. എന്താ എക്സാം തുടങ്ങിയില്ലല്ലോ, എന്താ കളിക്കുന്നത്? ഇപ്പോഴും പേരെഴുതാൻ പറഞ്ഞത് എന്നോട് മര്യാദയ്ക്ക് ഇരുന്നോണം. ഒരു കാര്യം പറയുമ്പോ തോന്നിയ ദിവസം പോലെ എന്തെങ്കിലും അങ്ങ് ചെയ്യുവാണ്. അപ്പോ എക്സാം സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. 5 മിനിറ്റ് ലാസ്റ്റ് ബെല്ലടിക്കും. അപ്പോഴേക്കും നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ ജസ്റ്റ് 5 മിനിറ്റ് തരുമ്പോ വായിച്ചു വെക്കണം, വായിച്ച് മനസ്സിലാക്കി വെക്കണം. അത് കഴിഞ്ഞു 5 മിനിറ്റ് കഴിയുമ്പോ ക്വസ്റ്റ്യൻ പേപ്പർ വായിച്ച ശേഷം ആൻസർ ചെയ്യാൻ പാടുള്ളൂ. ആരും ആരുടെയും നോക്കി എഴുതാൻ പാടില്ല. മനസ്സിലായാലോ? കോപ്പി അടിച്ചു എന്ന് കണ്ടു കഴിഞ്ഞാൽ ഞാൻ തൂക്കിയെടുത്ത് വെളിയിൽ കളയും. ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് തുണ്ട് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവർ എക്സാം എഴുതത്തില്ല. മനസ്സിലായാലോ? ബെല്ലടിച്ചു. ക്വസ്റ്റ്യൻ പേപ്പർ വായിച്ചു നോക്ക്. ക്വസ്റ്റ്യൻ പേപ്പർ വായിച്ചു നോക്കിയേ. എന്തുവാടി എന്താ കാണിക്കുന്നേ? പേപ്പർ എന്താ ഇവർക്ക് കൊടുത്തേ? എനിക്കോ ഇതെന്താണോ ഫുൾ ആൻസർ എഴുതി വെച്ചിരിക്കുന്നല്ലോ. ഇതെങ്ങനെ നല്ല എഴുതുന്നു? ഈ വർഷത്തെ എക്സാം എഴുതണ്ടോ? ഈ വർഷത്തെ എക്സാം എഴുതണ്ട. എന്താ ഇങ്ങനെ ഞാൻ പറഞ്ഞോളൂ. ആദ്യമേ കോപ്പി അടിച്ചെന്ന് പറഞ്ഞോ? പറഞ്ഞു. പിന്നെ എന്തിനാ കോപ്പി അടിച്ച്? കൈ അടിക്കോ? കൈ അടിക്കോ? ഈ കൈ വെട്ടി ഒരു ആവർത്തനം വേണ്ട. താനിപ്പോ കോപ്പി അടിച്ചോ? കോപ്പി അവിടെ തന്നെ ഞാൻ തന്നോട് എന്തോന്നാ ഇത്ര നേരം നീ ഇവിടെ തന്നെ തോരാതെ സംസാരിച്ചുകൊണ്ടിരുന്ന എന്താണോ? കോപ്പി അടിക്കുന്നതും തന്നെയാണോ? തനിക്ക് ഇത്രയും നാള് ഞാൻ ഇത് ചെയ്തിട്ട് നിനക്ക് പഠിക്കണമെന്ന് വിചാരമില്ലാടോ? പിന്നെന്താ തന്നെ ഞാൻ ഈ സ്കൂളിൽ നിന്ന് ഇത് ചെയ്തിരിക്കുകയാണ്.
തനി ഇവിടുത്തെ എക്സാം എഴുതാൻ ഡീബാർ ചെയ്തിരിക്കുന്നു. എക്സാം എഴുതാൻ പറ്റില്ല. വേണ്ട, ഒരു സോറി ഇല്ല. എനിക്കൊന്നും കേൾക്കണ്ട. ഒന്നും കേൾക്കണ്ട. ഗെറ്റ് ഔട്ട്. ഗെറ്റ് ഔട്ട്. എന്തിനാ സോറി പറയാനേ? ടീച്ചർ വരുന്ന എന്ത് പണിഷ്മെന്റ് ഞാൻ വാങ്ങിച്ചോളാം ടീച്ചർ. 10 ബാക്ക് ഹാൻഡ് വേണം. എണീച്ച് നിൽക്ക്. തിരിഞ്ഞേക്ക്. ആ മതി. തിരിഞ്ഞേക്ക്. കേട്ടോ, ആ മതില് ചുമ്മാ പിടിച്ച് അത് ചീത്തയാക്കരുത് കേട്ടോ. ചുവരില് ഇതിനവിടെ കിടന്ന് ഇങ്ങനെ തേക്കുന്നേ. എക്സാം എഴുത. എക്സാം എഴുതിക്ക. അപ്പൊ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ ടിങ് ടിങ് അടിക്കുക.